മഴ പെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ എണീറ്റിട്ടേ ഉള്ളൂ. എന്തായാലും നമുക്ക് ബ്രഷ് ചെയ്യാം. ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിന്റെ ഓട്ട് എക്സ്ട്രാക്റ്റ് വരുന്ന ക്ലെൻസറാണ്. അത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലെൻസറാണ്. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ സ്കിൻ കുറച്ചുകൂടി നല്ല സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പേൾ ഗ്ലൂയുടെ സെറം ഞാനിടും. അത് കഴിഞ്ഞൊരു ലിപ് ബാം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും രാവിലത്തെ ഒരുക്കമൊക്കെ കഴിഞ്ഞു. ഇപ്പം നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ പതിവുള്ളതാണ് കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ വേറെ ഐറ്റം എനിക്ക് പതിവുള്ളതാണ്. അതിന്ന് വന്നില്ല, എന്തുകൊണ്ടോ വന്നില്ല. ഇല്ലെങ്കിൽ ഞാനൊരു 3 റൗണ്ട് ഞാൻ രാവിലെ തുമ്മും. അതെനിക്ക് എന്ന് രാവിലെ എനിക്കത് പതിവാണ്. കുറേ നേരം തുമ്മും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും മരുന്നെന്തെങ്കിലും കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഇത്രയും നേരമായിട്ട് എന്തുകൊണ്ടും അത് വന്നില്ല. കുറച്ച് കഴിഞ്ഞ് വരുമായിരിക്കും. മഴയും കൂടെയല്ല, അപ്പം എന്തായാലും വരും. കുറച്ച് കഴിഞ്ഞ് വരും. അപ്പോൾ പിന്നെ രാവിലെ ഇതുപോലെ എന്താണ് റുട്ടീൻ എന്നൊക്കെ ചോദിച്ചാൽ, രാവിലെ എണീക്കുക. ഇന്ന് ആക്ച്വലി ഞാൻ കുറച്ച് ലേറ്റായി. അല്ലെങ്കിൽ ഒരു 7:30 ആകുമ്പോൾ ഞാൻ എണീക്കും. ഒരു 5 ആകുമ്പോൾ ഞാനൊന്ന് ഉണരും. കാരണം ആ ടൈമാണ് അമ്മ എണീക്കുക. അപ്പം അമ്മ എണീക്കുന്ന ടൈമിൽ നീമോ വന്ന് ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. അപ്പോൾ നീമോ വന്ന് ഡോറിൻ്റെ അടുത്ത് വന്ന് നിന്ന് കരയാൻ തുടങ്ങും വിശന്നിട്ട്. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ സാധാരണ ഞാൻ ഉണരും. അപ്പോൾ ഇന്നലെ രാത്രിയിൽ നമുക്ക് ഷൂട്ട് കഴിഞ്ഞ് ഷെഡ്യൂൾ ബ്രേക്കായി. അപ്പോൾ പാക്കപ്പായിട്ട് എൻ്റെ ബാഗ്, ഇന്നലെ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ബാഗെല്ലാം ലൊക്കേഷനിൽ ഇരിക്കുമായിരുന്നു. രാത്രിയിലാണ് ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ കൊണ്ടുവന്ന് തന്നത്. ഒരു 3 മണിയായി ആ ചേട്ടൻ വന്നപ്പോഴത്തേക്ക്. ആ സമയത്ത് എണീറ്റ് നല്ല ഉറക്കത്തിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എണീറ്റ് പോയി ബാഗെല്ലാം മേടിച്ചിട്ട് തിരിച്ചു വന്നു. പിന്നെ കിടന്നപ്പം പിന്നെ ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു 5 മണിക്ക് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എണീറ്റപ്പോൾ ഒരു 8 മണിയായി. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നല്ല മഴയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു മോർണിംഗ് റുട്ടീൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ചായയൊക്കെ തണുത്തു തോന്നുന്നു. ഞാൻ ചായ കുറച്ച് തണുപ്പിച്ചാണ് കുടിക്കുക. അപ്പോൾ എനിക്കിങ്ങനെ വെച്ച് ചൂടാക്കിയുള്ള ചായ ഇങ്ങനെ വെച്ച് കുത്തനെ പോലെ ഊതി കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല, നാക്ക് പൊള്ളും. അപ്പോൾ ഞാൻ നല്ലോണം തണുപ്പിച്ചാണ് കുടിക്കുക. അന്നേരം ഇതുപോലെ വെള്ളം കുടിക്കുന്ന പോലെ ഞാൻ ചായ കുടിക്കാം. സോ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം നീമുവിൻ്റെ കൂടെ കളിക്കും. നീമുവിനെ ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോകും. രാവിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും നീമുവും കൂടി
ഈ റോഡിൽ ചുമ്മാ ഒന്ന് നടക്കും വെറുതെ. നീമോയ്ക്ക് പുറത്തു പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് നീമോ വന്നതിന് ശേഷം ഞാൻ നീമോനെ കൊണ്ട് വെറുതെ ഈ റോഡിലൊക്കെ ഒന്നിങ്ങനെ വെറുതെ പോയിട്ട് വരും. അപ്പം നീമോ കുറച്ചൊന്ന് റോഡൊക്കെ ആയിട്ടൊന്ന് പരിചയിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്. തുടങ്ങിയല്ലോ. പിള്ളേരെ എടുക്കുന്ന പോലെയൊക്കെ എടുത്ത് വെച്ച് നീമോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ പോകും. ഈ വീട്ടിലൊക്കെ വലിയ പട്ടിയുണ്ട്, ഒരു ജർമ്മൻ ഷെപ്പേർഡൊക്കെ ഉണ്ട് ആ വീട്ടിൽ. അപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ട് റോക്കി, ഞാൻ ഇന്ന് വൈകിട്ട് നീമോനെ വൈകിട്ട് ഞാൻ നടക്കാൻ കൊണ്ടുവരും. അന്നേരം നീമോനെ ഞാൻ റോക്കിനെ കാണിച്ചു കൊടുക്കും. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അപ്പം ഞാൻ റോക്കിനെ കാണിച്ചു കൊടുക്കും. വീട്ടിൽ പോവാ. പച്ചെടുക്കല്ലേ. അത്ര നല്ല ധൈര്യമുള്ളൊരു കുട്ടിയാണ് എനിക്കുള്ളത്. പേടിച്ചിട്ടാണെങ്കിൽ ഇന്നാള് ഞാൻ എന്റെ പോലെ പുറത്ത് കൊണ്ടുപോയതാ. ഇന്നാള് കൊണ്ടുപോയപ്പോൾ അവിടെ എങ്ങാണ്ട് ഒരു വണ്ടി വന്നെന്നും പറഞ്ഞ് എന്നെ അള്ളിയിട്ടുണ്ടല്ലോ, ഈ ഹുക്കിട്ട് പിടിച്ച പോലെ അള്ളിക്കളഞ്ഞു. ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ ഈ പാമ്പ് കൊത്തിയ പോലെ 2 കുത്ത്. കൊച്ച് നഖം വെട്ടണം ഇനി. അതിനുള്ള ആയുധങ്ങളൊന്നും വാങ്ങിയില്ല ഞാൻ. അപ്പോൾ എനിക്കത് വെട്ടേണ്ട രീതിയൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് നീരൊന്ന് നേരത്തെ പോലെ ആക്കിയെന്നാ തോന്നുന്നു. നോക്കട്ടെ, ഇയാൾക്ക് പുറത്ത് പോകാനുള്ള യോഗ്യതയില്ല കേട്ടോ. ഇവിടെ ഇരുന്നാൽ മതി. ഇതാ ഇവിടെ 1, ഇതാ ഇവിടെ 2, ഇതാ ഇവിടെ 3. അയ്യോ, മൂന്നാമത്തെ എനിക്ക് നീറുന്നു. സോ ഇതൊക്കെയാണ് രാവിലത്തെ കലാപരിപാടികൾ. പിന്നെ ഇനി ഫുഡ് കഴിക്കാൻ പോവും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്നെന്താണെന്നോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത പരിപാടിയിലൊക്കെ പോവും. അത് ഞാൻ വേറൊരു വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് റുട്ടീൻ. കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് വലിയ മറ്റേ എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഞാൻ നടക്കാൻ പോവും, വൈകിട്ട് നടക്കാൻ പോകും. ഇപ്പം മഴയായതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നടക്കാൻ പോവും. അല്ലാണ്ട് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് എൻ്റെ മോർണിംഗ് റുട്ടീൻ. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.